ഇപ്പോൾ ഒരു ഉമ്മ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഉമ്മാക്ക് ഷുഗറാണ്. ഉം. ഷുഗർ പ്രയാസമാണ്, നോമ്പ് പറ്റാൽ ക്ഷീണം കൂടും അതെ. എന്നൊക്കെയാണ്. ഉം. അപ്പോൾ നോമ്പ് നോൽക്കാൻ പറ്റുമോ ഇല്ലേ, ഇതാരാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്? ഉം. എനിക്ക് തോന്നുന്നത് എനിക്ക് നോമ്പ് പറ്റിച്ചിട്ട് പ്രശ്നമില്ല, ആ പക്ഷെ ഡോക്ടർ പറയുന്നു നോമ്പ് പറ്റാൽ അത് പ്രയാസമാണ് ആ എന്നുള്ളത്. ആ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്? അത് ഈ ഡോക്ടർമാർ പല രൂപത്തിലുണ്ട്. ആ. ഷുഗർ രോഗികളോടൊക്കെ ചില ഡോക്ടർമാർ പറയും അതൊക്കെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഉം, നോമ്പിനതൊന്നും വിഷയമല്ല. ഇപ്പം ഞാൻ നോമ്പ് തുറക്കുമ്പോൾ പ്രഗത്ഭനായ ഒരു ഡോക്ടർ എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ട് ഉം, ഞാൻ നോമ്പ് തുറക്കുമ്പോൾ മധുരമുള്ള ജ്യൂസ് കൊണ്ടു തന്നു. ഉം, അപ്പം ഞാൻ പറഞ്ഞു ഷുഗർ ഉണ്ട്, ഞാൻ ഷുഗർ രോഗിയാണ്, അതുകൊണ്ട് ഈ ജ്യൂസ് എനിക്ക് വേണ്ടത്. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ഇതുവരെ വയറ് കാലിയായി കിടക്കുകയെന്നല്ലോ, നോമ്പിനൊന്നൊരു വിഷയമല്ല, നിങ്ങൾ പകുതി കുടിച്ചോളി, ഉം, അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചില ഡോക്ടർമാർ വളരെ കർശനമായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ ഇൻസുലിനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അങ്ങേ അറ്റം എത്തിയ ചില രോഗികളോട് ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ, അത് വിദഗ്ധരായ ഡോക്ടർമാരാണെങ്കിൽ അത് പാലിക്കൽ നിർബന്ധമാണ്. കാരണം വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് അതെ. അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരാൾ നിർബന്ധിത സാഹചര്യത്തിൽ വേറെ ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പന്നിയിറച്ചി തിന്നാന്നുള്ള അനുവാദം നൽകി എന്തിനാ? ജീവൻ നിലനിർത്താനാണ്. അപ്പോൾ നോമ്പെടുക്കുന്നത് വഴി ഒരാൾ പിന്നെ ഇതിൽ രോഗികൾക്ക് ഇളവ് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാണ്. അപ്പോൾ അതല്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഷുഗർ രോഗികളെല്ലാം ഒരുവിധം എല്ലാവരും ഷുഗർ രോഗികളാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നോമ്പ് എടുത്ത് നിന്നിട്ട് വലിയ ഒരു ഇതൊന്നുമില്ല, കൺട്രോളൊക്കെ ചെയ്തിട്ട് നോമ്പ് തുറക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നോമ്പ് എടുക്കുന്നതിന് വലിയ പ്രയാസം ഒന്നും എടുക്കാം. എന്നാൽ അവർ പിന്നീട് നോറ്റ് വീട്ടണം. ഷുഗർ രോഗികളുടെ പ്രശ്നം എന്താ അറിയോ? നോറ്റ് വീട്ടുക എന്നുള്ളത് ഇതിനേക്കാളും പ്രയാസമായിരിക്കും. അതും ഇതേപോലെ ഷുഗർ. അപ്പോൾ നോമ്പ് എടുക്കാൻ പറ്റുന്ന ഷുഗർ രോഗികളാണെങ്കിൽ നോമ്പ് എടുക്കലാണ് വേണ്ടത്. ഇനി ഒരു നിലക്കും നോമ്പെടുക്കാൻ പറ്റാത്ത അത്രയും അവശരായ ആളുകളാണെങ്കിൽ അവർ ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്.